അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഐസ്ഡ് ടീ. അതായത് നല്ലൊരു എന്താ പറയുക റിഫ്രഷിങ് ഡ്രിങ്ക്. അത് തന്നെ സംഭവം. അതായത് വേനൽക്കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്നൊരു നല്ല തണുത്ത ഒരു ചായ. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മളോട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് എത്ര ഗ്ലാസ് ചായയാണോ എടുക്കുന്നത് അതിന്റെ പകുതിയാണ് നമ്മള് വെള്ളം എടുക്കേണ്ടത്. അപ്പൊ നമ്മള് എടുത്തിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്. ഇപ്പൊ ഇത്ര 2 ഗ്ലാസ് നമുക്ക് ചായ ഉണ്ടാക്കണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഇനി ബാക്കി നമ്മള് ചായപ്പൊടിയൊക്കെ നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടിയൊക്കെ മതി. സ്പെഷ്യലായിട്ട് ചായപ്പൊടിയുടെ ആവശ്യമില്ല. ഇനി ഇതിന്റെ അകത്തോട്ട് നമുക്ക് വേറെ 2-3 സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് കുരുമുളക്. ഇത് നമ്മൾ ചതച്ചിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു 2-3 കുരുമുളക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിന് യാതൊരു പ്രത്യേകിച്ച് എണ്ണമൊന്നുമില്ല, നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച്. നമുക്കെന്ത് മാത്രം ഇത് വലിയ എരിവൊന്നും വരത്തൊന്നുമില്ല, ഇതിന്റെ ഒരു ടേസ്റ്റേ വരത്തുള്ളൂ. ഇത് പിന്നെ നമ്മുടെ പെരിഞ്ജീരകമാണ്. അപ്പൊ അത് നമ്മൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ എന്നിട്ട് ഇത് ഇനി നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് മധുരമൊക്കെ ചേർക്കാനായിട്ട്. അപ്പൊ നമ്മൾ സ്റ്റൗ കത്തിച്ച് നമ്മൾ സാധനം എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിനയിലയില്ലേ, പുതിനയുടെ തണ്ടായാലും മതി. ഇതിപ്പോൾ നമ്മൾ പുതിനയില, പിന്നെ പുതിനയില ഇടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഇങ്ങനെ ഒന്ന് അടിച്ച് അതിൻ്റെ ഉണ്ടല്ലോ, എന്നാലേ അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് നമുക്ക് വെളിയിൽ വരുത്തുള്ളൂ. 2 അടി കിട്ടി കഴിയുമ്പോൾ സ്വഭാവം മാറും. അപ്പോൾ ഇത് നീ നന്നായിട്ട് തിളക്കണം. ഇപ്പം തന്നെ നല്ലൊരു അതിനൊരു പ്രത്യേക മണം വരുന്നുണ്ട്, ആ പുതിനയുടെ മണം എല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ചെറിയ ചെറിയ ബബിളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സ്റ്റൗവില് വെച്ചിട്ടുണ്ട്, നല്ല ചൂടുവാണ്. അതൊരു കാര്യം, നമ്മുടെ ഗ്യാസ് തീർന്ന് അപ്പൊ പെട്ടെന്ന് നമ്മൾ ചെറിയ സ്റ്റൗ എടുത്തു. നമുക്ക് തേയിലപ്പൊടി ഇട്ടു. അതെ, തേയിലപ്പൊടി ഇടുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഇത് നമുക്ക് 2 ഗ്ലാസ്സിനുള്ള ചായയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ തേയിലപ്പൊടി ഇടണം. ഇതിപ്പോ 2 ഗ്ലാസ്സിലായതുകൊണ്ട് നമ്മള് 2 സ്പൂൺ തേയിലപ്പൊടി ഇടണം. ചെറിയ സ്പൂണിന് 2 സ്പൂൺ. നമ്മുടെ സാധാരണ തേയിലപ്പൊടി കേട്ടോ, സാധാരണ നമ്മുടെ ഗ്രീൻ ടീയോ അതൊക്കെ വെച്ച് നമുക്ക് ഉലോങ് ടീ, ഗ്രീൻ ടീ അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ നമുക്കിത് റെഡിയാക്കി എടുക്കണം. പക്ഷെ നമ്മുടെ വീടുകളിൽ സാധാരണ കാണും നമ്മൾ സാധാരണ ചായപ്പൊടി. അപ്പൊ അതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പഞ്ചസാര ഇടുമ്പോഴും നമ്മൾ കൂട്ടി വേണം ഇടാനായിട്ട്. കാരണം ഇത് നമ്മുടെ ഒരു ഐസ്ഡ് ടീ ആയതുകൊണ്ട് തന്നെ തണുപ്പ് വരുമ്പോൾ നമ്മുടെ മധുരം കുറയും. അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും കാരണം നമ്മളിപ്പോൾ ഇവിടെ ഒരു 6 സ്പൂണാണ് പഞ്ചസാര ഇടുന്നത്. ചിലപ്പോൾ ഇതിനും കൂടുതൽ വേണ്ടി വരും ഓരോ ആൾക്കാർക്കും, അത് ടേസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട്. അപ്പം ഇതിന് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ ആ തേയിലയുടെ ഒക്കെ സത്തുണ്ടല്ലോ, അത് കംപ്ലീറ്റ് നമുക്ക് ഇതിനകത്ത് അരിച്ചെടുത്തിട്ട് മാത്രം പോരാ, ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് നേരെ ഇല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് എടുത്താലും നല്ലതായിരിക്കും. ഇത് നമ്മുടെ തിളച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് അരിച്ച് തണുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പൊ നമ്മുടെ ചായ നമ്മൾ രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചു, നമ്മൾ തണുപ്പിച്ച് ഇതാണ് അരിച്ച് റെഡിയാക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ നാരങ്ങ കട്ട് ചെയ്തത് അത് നമുക്ക് ആദ്യം ഒരു 2 പീസ് ഇട്ട് കൊടുക്കാം, നല്ല ഫ്രഷ് നാരങ്ങ. അതിനുശേഷം നമ്മുടെ മിന്റ് അത് നമ്മളൊരു 3-4 എണ്ണം വേണ്ട അത് മതി. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര. നമ്മൾ ആദ്യം തന്നെ ചായക്കകത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, എന്നാലും സ്വല്പം പഞ്ചസാര ഒരു 2 കുരുമുളക് കൂടെ നമുക്ക് ഇട്ടേക്കാവേ. അത് നമ്മൾ പൊടിക്കാത്ത കുരുമുളക് തന്നെയാ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്നിട്ട് ഇതുപോലെ നമ്മുടെ തടിയുടെ തവിയോ അല്ലെങ്കിൽ മറ്റേ ഇടിക്കുന്ന സുനയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് നമ്മുടെ നാട്ടിൽ പറയത്തില്ല തവിക്കണ. അത് തന്നെ, ഈ ചിരട്ടയുടെ തവിയൊക്കെ വെച്ചിട്ട് നമ്മൾ പണ്ട് ചെയ്തില്ലേ, അത് തന്നെ സംഭവം തന്നെ. ഇപ്പൊ ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ അവര് അതിന് വേണ്ടി പുതിയ സാധനങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. തവി ഇല്ലാത്ത ഇടിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് നമുക്ക് എന്തായാലും സാധാരണ വീടുകളിലൊക്കെ നമുക്ക് തവി
അതാണ് ഏറ്റവും പറ്റിയ കുത്തി ഇതാ റെഡി ആക്കണം. അതാണ് സംഭവം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു നാരങ്ങയും കൂടെ അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാവേ. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ അകത്ത് പുളിയായിട്ടുണ്ട്, മധുരമായിട്ടുണ്ട്. ഐസ്ഡ് ടീ ആകുമ്പോൾ ഐസ് നമുക്ക് എടുത്തിട്ട് ഇതങ്ങോട്ട് അത്യാവശ്യം ഗ്ലാസ് നിറയുന്നത് പോലെ നമുക്കിത് നമ്മുടെ വലിയ ഐസ. എന്നിട്ട് ഇതിന്റെ പുറത്തോട്ട് നമുക്ക് ഒരു ശക്കലം നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുക. കുരുവൊക്കെ പോയാന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ എടുക്കുക, പതിയെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഈ ഐസ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നില്ലേ, ഇപ്പൊ ഇത് അലുത്തിട്ട് വേണം പെയ്യെ നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാൻ. ഇത് നമുക്കൊരു ഇച്ചിരി നേരത്തെ പരിപാടിയാണ് ഇത് കുടിക്കുക എന്ന് പറഞ്ഞ്. എന്നാലും നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് സംഭവം. വലിയ പരിപാടികളൊന്നുമില്ല, നമുക്ക് വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം. എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടി. വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെ വീടുകളിൽ നമ്മുടെ നാരങ്ങയൊക്കെ സ്റ്റോക്ക് കാണുമല്ലോ. നാരങ്ങ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഫ്രൂട്ട് മതി. അതെ, എന്ത് ഫ്രൂട്ട്, നമ്മളെ ഓറഞ്ചോ അങ്ങനെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇനി നമുക്കിതൊന്ന് ഇളക്കുക. പെയ്യെ ഇളക്കി നീ ഐസ് എല്ലാം കൂടെ തണുത്തിട്ട് അടിപൊളി അലുത്തിട്ട് നമുക്ക് അങ്ങോട്ട് കുടിക്കണം. അപ്പൊ നമുക്ക് അലക്കുന്നവരെ നോക്കിയിരിക്കാനുള്ള സാവകാശമില്ല. അപ്പൊ അതിന് മുമ്പേ തന്നെ നമ്മള് ഐസ്ഡ് ടീ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഇപ്പം ഈ അവധി സമയത്തെ പിള്ളേരൊക്കെ വീട്ടിൽ ഇരിക്കുന്നല്ലേ, അവർക്കൊക്കെ ചെയ്ത് കുടിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ജസ്റ്റ് അടിപൊളി എണ്ണ ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെന്നും നല്ല ചൂട് ചായ കുടിക്കുന്നതിന് പകരമായിട്ട് അടിപൊളി സാധനം. അപ്പം എല്ലാവരും തയ്യാറാക്കുമല്ലോ, തയ്യാറാക്കിയിട്ടേ ഒന്ന് കുടിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയാനാണ്. കാര്യം കാണാനും നല്ല, നമ്മുടെ വീട്ടിൽ മറ്റേ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അടിപൊളി അല്ലേ? അടിപൊളി സാധനം, സൂപ്പർ, ഒന്നും പറയാനില്ല. തയ്യാറാക്കിക്കോ, കുടിച്ചു ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു റെസിപ്പി ആയിട്ട് നമ്മൾ എപ്പോഴും വരുന്നത് അടുത്ത ദിവസം തന്നെ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. ബൈ ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm